അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തതിൻ്റെ കുറച്ച് ബാക്കി നമുക്ക് കുറച്ച് കറിക്കും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. ഞാനൊരു ഇത്തിരി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിലൊന്ന് കഴുകിയെടുക്കണം. നമ്മുടെ കണ്ണിൽ കാണാതെ ചെറിയ ചെറിയ പുഴുക്കൾ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നായാലും പുറത്തുനിന്നായാലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളിയും കൂടി നമ്മുടെ ചോപ്പറിൽ ഒന്ന് അരിഞ്ഞിട്ട് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇത്തിരി കടുകിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് സവാള ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ പയ്യെ കൂണരിയാൻ പോയി. നല്ല രീതിയിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താ ചെറിയ ചെറിയ അണുക്കളൊക്കെ ഉണ്ടെങ്കിലും പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 2-3 തവണ കഴുകിയെടുത്തു. അപ്പോൾ നമ്മുടെ സവാള ഇതേ രീതിയിലായിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുത്തിട്ട് അത് കഴിയുമ്പോൾ നമ്മുടെ കൂണും കൂടി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി അങ്ങ് ഇട്ട് നല്ല രീതിയിൽ ഒതുക്കിയെടുക്കാം. പിന്നെ അമ്മൂസിന് വേണ്ടിയിട്ട് എരിവില്ലാത്ത മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്തിരി എരിവിട്ടെടുത്തിട്ടോ. അപ്പോൾ ആ അമ്മൂസിന് ചോറ് കൊടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.